ഭംഗിയൊന്നും വരുത്തണ്ട, ഇതൊന്ന് എളുപ്പം തീർത്ത് തന്നാ മതി. ഇപ്പൊ അങ്ങനെ പറയും, പിന്നെ വല്ലവനും ഒന്ന് പണിക്ക് കുറ്റം പറഞ്ഞാ സാറ് അവരുടെ കൂടെ കൂടും. അയ്യോ, ഞാൻ ആരെയും കുറ്റം പറയുന്നില്ലേ. പ്രേമ, ഞാൻ റെഡി മുതലാളി. തന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞതല്ലേ ഒത്തിരി സ്ഥലങ്ങളിൽ പോകാണ്ട് രാവിലെ ഇവിടെ കാണുന്നു. കണ്ടാ പോയിരിക്കാം വണ്ടിയുടെ. ഏത് വണ്ടി? ഏത് വണ്ടിയെന്നോ? ആ അതെ, ഏത് വണ്ടി തന്നെ ചോദിച്ചു. വേനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതിന്റെ ഡീസൽ ടാങ്ക് ഇപ്പൊ മരുഭൂമിയാ. ഡീസൽ അടിച്ചില്ലേ? ആരടിക്കാൻ, എങ്ങനെ അടിക്കാൻ? ഇന്നലെ ഡീസൽ അടിക്കാൻ കാശ് ചോദിച്ചപ്പോ പച്ചവെള്ളം ഒഴിച്ച് ഓടിച്ചോളാം മുതലാളി പറഞ്ഞില്ലേ. അതുകൊണ്ടാ തൽക്കാലം സഞ്ചരിക്കാൻ ഈ വാടക സൈക്കിൾ എടുത്തോണ്ട് വന്നത്. ഒരു കാര്യത്തിന് അന്വേഷിക്കുമ്പോ ഒരു മണ്ണാങ്കട്ടയും കിട്ടില്ല. ഈ സ്ഥലത്തൂടെ പോയാ ഒരു ഇടവഴി താണ്ടി അവിടെ എത്താം. ഇവിടെയാണ് നമ്മൾ ആദ്യം തഹസിൽദാരെ കൊണ്ടുപോകേണ്ടത്. അല്ലല്ല, അതൊരു പുഴയാണ്, അവിടെ പോയിട്ട് കാര്യമില്ല. വില്ലേജ് ഓഫീസർ പോയിട്ട് പിന്നെ സാർ, ആ പൊസഷൻ ആൻഡ് നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് മനസ്സിലായി. പക്ഷേ സാറിന്റെ റിപ്പോർട്ട് കിട്ടിയിട്ട് എനിക്ക് 3 ഡെപ്യൂട്ടി തഹസിൽദാരന്മാരെ കൊണ്ട് ഒപ്പിടിക്കണ്ട. പറ്റില്ല. കനാലോട്ടാണുള്ള സ്ഥലം എടുപ്പിന് തഹസിൽദാർ ഒരു ദിവസം. സാറിന്ന് വരാൻ പറഞ്ഞ എനിക്കത് കിട്ടിയിട്ട് വേണം KFC പോവാൻ. ഓ, താനിന്ന് സർട്ടിഫിക്കറ്റ് കൊണ്ടേ പോകും. തരാമെങ്കിൽ ഞാൻ ഇല്ല, ഒരാഴ്ചത്തേക്ക് നോക്കണ്ട. അല്ല പിന്നെ സർ പ്ലീസ്. എടോ, നാളെ പേരെ ഇയാളെ പിടിച്ച് പുറത്താക്ക്. നാളെ പേരെ ഒരാവശ്യത്തിന് വിളിച്ചാൽ കാണേ ഇയാൾ കടന്നു പോടോ. മല മറിക്കുന്ന കാര്യമൊന്നുമല്ല. ഫയൽ എടുക്കുക, തുറക്കുക, നമ്പർ നോക്കുക, സർട്ടിഫിക്കറ്റ് ഒപ്പിട്ട് തരിക, അത്രേ വേണ്ടൂ. പക്ഷെ ചെയ്യില്ലെന്ന് വെച്ചാ എനിക്ക് മുതലാളിയുടെ അത്രയും വിദ്യാഭ്യാസവും ലോകപരിചയവും ഒന്നുമില്ല. എന്നാലൊരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. എന്തഭിപ്രായം? ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്ന നടുക്കഷ്ണം തിന്നണം മുതലാളി. ഇത് നിന്റെ അഭിപ്രായമല്ലല്ലോ, ഒരു പഴഞ്ചൊല്ലല്ലേ. പക്ഷെ പഴഞ്ചൊല്ലി സ്വന്തമായിട്ട് അഭിപ്രായം അല്ലോടെ പറടാ. ഈ നാട്ടിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കൈക്കൂലി കൊടുക്കണം മുതലാളി, അത്ര തന്നെ. കൊടുക്കാം, പക്ഷെ അതിനുള്ള പണം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുതരണം. പറ്റുമോ? ഇങ്ങനത്തെ അഭിപ്രായമാണ് കൈവശം ഉള്ളതെങ്കിലേ അത് കയ്യിൽ തന്നെ വെച്ചാ മതി. എന്റെ അടുത്ത് വേണ്ട കേട്ടോ. സാർ കയറി വരണം. താനായിരുന്ന ഒരു ജോലി എടുക്കാൻ സമ്മതിക്കരുത്. എന്നെ നേരം വെളുക്കുമ്പോ കയറി വന്നോളൂ. തന്നെ കണ്ട അന്നത്തെ ദിവസം പോക്ക എന്ന് വെച്ചാൽ കുറെ കാലമായിട്ട് എന്റെ കാര്യം പോക്ക. ഈ പഞ്ചായത്തിൽ ഇന്ന് വരെ ഇത്രയും തമാശ പറയുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടായിട്ടില്ല. ആരാണോ തമാശ പറഞ്ഞത്? ആരാണോ തമാശ പറഞ്ഞത്? അല്ല, സാറിന്റെ പറച്ചിൽ കേട്ടപ്പോ എനിക്ക് ചിരി വന്നു പോയതാ. അങ്ങനെ ചിരി കൊണ്ട് പോകണ്ട. എന്താണോ അവന്റെ പ്രശ്നം? സാർ, ഇൻസ്റ്റലേഷന്റെ പെർമിഷൻ മാത്രമേ എനിക്ക് കിട്ടാനുള്ളൂ. ആണോ? എന്നോട് ഞാൻ എന്താ പറഞ്ഞു? ആ പറഞ്ഞ സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ ഫാക്ടറിയുടെ 100 മീറ്റർ ചുറ്റളവിലുള്ള 11 വീട്ടുകാരുടെ സമ്മതപത്രം. വെള്ളത്തിലൂടെ, വായുവിലൂടെ, ശബ്ദത്തിലൂടെ ഉണ്ടാവുന്ന എല്ലാ പൊല്യൂഷനും അവർ സഹിച്ചോളാമെന്ന് എഴുതി തന്നിട്ടുണ്ട്. ഈ പ്ലാൻ എവിടെ? സാർ, അത് 3 മാസം മുമ്പ് ഞാൻ തന്നു സാർ. ഇതൊന്നും ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ സാർ ഇത് ശരിയായിട്ടോടെ എന്റെ KFC ലോൺ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും തന്റെ കാര്യം. ഇതിൽ ഒപ്പിട്ടു എന്ന് പറയുന്ന ആൾക്കാരെ മുഴുവൻ എനിക്കൊന്ന് കാണാം. എങ്കിൽ ഞാൻ അവരെ മുഴുവൻ വരിഞ്ഞു കെട്ടി ഒരു ലോറി കയറ്റി ഇവിടെ കൊണ്ടിറക്കാം. അപ്പൊ സാറിന് കാണാമല്ലോ. അത് വേണ്ട, ഞാനൊരു ഹെലികോപ്റ്റർ ചെന്നിറങ്ങി കണ്ടോളാം. ഇളക്കല്ലേ, ആളെ ഇളക്കല്ലേ. എനിക്ക് സൗകര്യമുള്ളപ്പോ ഞാൻ പോയി പരിശോധിക്കും. അത് ഈ നൂറ്റാണ്ടിൽ തന്നെ നടക്കുമോ? എങ്ങനെ ഇറങ്ങണോ പുറത്ത്? ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. തമാശ നമുക്ക് അടുത്ത മാസം നല്ലൊരു ദിവസം നോക്കി പറയാം. താൻ ഇറങ്ങിക്ക്, ഇറങ്ങണോ പുറത്ത്. എടാ, ചങ്ക് പറിച്ച് കാണിച്ച അയ്യേ ചെമ്പരത്തി പൂവല്ലേ എന്ന് ചോദിക്കുന്ന വർഗമാണ് ഇത്. മാന്യമായിട്ടൊരു വ്യവസായം ചെയ്ത് ജീവിക്കുന്നവനെ വിശ്വാസമില്ല. രാജ്യദ്രോഹവും കള്ളക്കടത്തും നടത്തുന്നവന് മാലയിട്ട് സ്വീകരണം. ചുമ്മാതല്ല ഈ രാജ്യത്ത് സന്യാസിമാരുടെ എണ്ണം പെരുകുന്നത്. എന്നെ പോലെ വ്യവസായം തുടങ്ങി ജീവിതം മുരടിച്ചു പോയവന്മാരായിരിക്കും ഇവരൊക്കെ. SSLCക്ക് പഠിക്കുമ്പോ ഞാൻ കുറച്ചു കാലം നെക്സലൈറ്റ് ആയിരുന്നു. ഓഹോ. എക്സ്കർഷന് പോകാൻ കാശ് വെച്ചിട്ട് അമ്മാവൻ തന്നില്ല, നേരെ പോയി നെക്സലൈറ്റ് ആയി. മുതലാളി ചതിച്ചു. ആ പലിശ പീതാംബരൻ നമ്മളെ കണ്ടെന്നാ തോന്നുന്നത്. ആഞ്ഞു ചവിട്ടിക്കും. അയാളൊറ്റയ്ക്കാ? അല്ല, ആ ഗുണ്ടയുണ്ട് കൂടെ. ഇന്നിവിടെ ചിലതൊക്കെ നടക്കും. ചവിട്ടി ഇതാര് പീതാംബരൻ ചേട്ടനാ? എന്റെ പേര് മറന്നില്ലേ? ഇത് ഭയങ്കര സംഭവം തന്നെ അല്ലേ ബോബി? നാളെ കാലത്ത് ചേട്ടൻ അവിടെ ഉണ്ടാവും. അറിഞ്ഞ അതുവഴി വരാതിരിക്കാനാവും. അല്ല, വരാൻ ചേട്ടനെ കാണാൻ. എന്താ വിശേഷിച്ച്? എന്താ ചേട്ടൻ മറന്നോ? ചേട്ടൻ ഞാൻ കുറെ രൂപ തരാനുണ്ട്. 20,000 രൂപയും അതിന്റെ പലിശയും. മരം വാങ്ങിക്കാൻ ഷോർട്ടേജ് വന്നപ്പോ 6 മാസത്തിന് മുമ്പ് ചേട്ടനെ സഹായിച്ച ചേട്ടൻ മറന്നോ? വേണ്ട, അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കണ്ട. എന്താണോ തന്റെ വിചാരം? എടോ, ഒരു സ്കൂൾ മാസം പോകാനില്ല താൻ അല്ലേ?
അച്ഛൻ ചീത്തപ്പേരുണ്ടാക്കി നടക്ക പറഞ്ഞ വാക്കിന് വരെ വേണം. ചേട്ടാ 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 ഇത് റോഡാണ് ചേട്ടാ. നാളെ ഞാൻ ഒരു വ്യവസായ സ്ഥാപനത്തിന്റെ ഉടമയാണ്. 3 ദിവസത്തിനകം എന്റെ ലോൺ പാസ്സായി കിട്ടും. അത് കിട്ടിയാൽ ഉടൻ ആദ്യം ഞാൻ തരുന്നത് ചേട്ടന്റെ കാശായിരിക്കും. അന്നും താനൊരു 3 ദിവസത്തിന് കണക്കാ പറഞ്ഞത്. അല്ല അന്ന് 3 മാസമാ അല്ല പറഞ്ഞത്. 3 ദിവസം എന്ത് ചെയ്യും? 3 മാസമാ ഇന്ന് 17, നാളെ 18, 19, 20. 20-ാം തീയതി കാലത്ത് മുതലും പലിശ എന്റെ വീട്ടിലെത്തിയില്ലെങ്കിൽ നോക്കി ഇവനെ കൊണ്ട് കക്കുണ്ടി നിർത്തട. ഞാനുണ്ട്. ഇത് കുറുപ്പാണ് പറയുന്നത് കേട്ടാ. ഇത് മനസ്സിൽ വെച്ചോ, നല്ലോണം ഓർമ്മിച്ചോ. എന്താണ് ഇവിടെ വെട്ടോ വെളിച്ചൊന്നുമില്ലേ? എല്ലാവരും ചത്ത. തണ്ണിവണ്ടി എത്തിയോ? തണ്ണിവണ്ടി നിന്റെ തന്ത. എന്റെ പിള്ളേരെ എവിടെ ഉറങ്ങിയ? വയറ് നിറച്ച അലുവ കഴിച്ച ക്ഷീണം കൊണ്ടേ കുട്ടികൾ ഉറങ്ങിപ്പോയി. നീ എന്താണ് അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കണേ? നീയും കണ്ടുപിടിച്ചോണ്ട. അവിടെ എവിടെയും തൊടാണ്ട് നിൽക്കുന്ന നിങ്ങളാ. എങ്ങനെ പറയാതിരിക്കും? കുട്ടികൾ ഒരു രേഷൻ അലുവ ചോദിച്ചെന്നും പറഞ്ഞ് നിങ്ങളുടെ അളിയനും പെങ്ങളും ഇനി പറയാൻ ബാക്കിയൊന്നുമില്ല. എന്തു പറഞ്ഞു? ചെന്ന് ചോദിച്ചു നോക്ക്. നിന്നെ കയ്യില് കുറച്ച് കാശുണ്ടെന്ന് വെച്ചിട്ട് ഭർത്താവായാള് ഇവനിവിടെ എന്താ കാര്യം? പെങ്ങളെ കെട്ടിയിട്ടുണ്ടെങ്കിലേ സ്വന്തം വീട്ടിൽ പോയി താമസിക്കുക. അലുവും ലഡുവും ഒക്കെ ഉണ്ടല്ലോ, കള്ള മുമ്പിൽ വെച്ചിട്ടല്ലേ തിന്നേണ്ടത്. ഞാൻ പോവാന്ന്, നീ വിട്. കൊല്ലും ഞാൻ. ഞാൻ പെരയടക്കം ചെയ്തേക്കും ഞാൻ. മമ്മി അളിയാ ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. അളിയനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതിനെ ചൊല്ലി ഞാൻ പ്രതികാരം ചെയ്യരുതെന്നായിരിക്കും. അല്ല ഞാൻ കുടുംബകലഹം ഉണ്ടാക്കരുതെന്നായിരിക്കും. അല്ല അളിയൻ ദയവ് ചെയ്ത് ഇനി ഈ വീട്ടിൽ അൽവ വാങ്ങിച്ചോട്ട് വരരുത്. ആ ഈ വഴിയൊക്കെ ഓർമ്മയുണ്ട? ആരോ വാതിലിൽ തട്ടുന്നു. ചെന്ന് നോക്കി. ചേച്ചി പോയേ, എനിക്ക് അടുപ്പിൽ തീ കൂട്ടണം. എന്റെ കൈ കണ്ടില്ലേ നീ? ചെന്ന് നോക്കടി. ചേച്ചി സേതോട്ടൻ. എന്റെ ഈശ്വരാ. ഇത്തവണത്തെ കൃഷിയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തരക്കേടില്ലെന്ന് വലിയേട്ടൻ പറയുന്ന കേട്ടു. എത്ര പറയിട്ടു? ആ കണക്കൊന്നും എനിക്കറിഞ്ഞൂടാ. ഇപ്പൊ രാസവളത്തിനൊക്കെ എന്താ വില അല്ലേ? ഏട്ടനും എടുത്തി മോനെയും കൊണ്ട് സ്കൂളിൽ പോയിരിക്കാം. ഇന്ന് പേരൻസ് ഡേയാ. അത് ശരി, കഷ്ടമായിപ്പോയല്ലേ. ഇവിടുത്തെ സിന്ധി പശുവിന് ഇപ്പൊ എത്ര ലിറ്റർ പാല് കിട്ടും? അത് ചത്തിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ. ഓ, 1 വർഷം മുമ്പ് പശു ചത്തുപോയതല്ലേ? ഡി, നീ ചെന്ന് ചായക്ക് ഇത്തിരി വെള്ളം വെച്ചേ. വേണ്ട, ചായ വേണ്ട. വേണം, ചായ വേണം. ചെല്ലേ. അവളോട് കൃഷിയെ പറ്റിയും പശുവിനെ പറ്റിയും സംസാരിക്കാനാണോ സേതോട്ടം വന്നേ? അല്ല, അവള് തെറ്റിദ്ധരിച്ചാലോ? അവക്കെല്ലാം അറിയാം. പോവോ? ഞാൻ എത്ര കത്തുകൾ അയച്ചു, ഒരു മറുപടിയെങ്കിലും. അതല്ലേ ഞാൻ നേരിട്ട് വന്നത്. 6 മാസത്തിന് ശേഷം എല്ലാ കാര്യങ്ങളും സേതോട്ടന് അറിയാലോ. ഇന്ന് വരും നാളെ വരുമെന്നും പ്രതീക്ഷിച്ച് ഞാൻ തളർന്നു. നേരാമണ്ണം വല്ലതും കഴിക്കാൻ തന്നെ എനിക്ക് മനസ്സില്ലാതായി. ഉറക്കം പോലും ഇല്ല. ഇങ്ങനെയാണേലും ഞാൻ ഇനി അധികം നാൾ ജീവിക്കില്ല സേതോട്ട. ഈ കരച്ചില് കാണാനാണോ സുലു ഞാൻ ഇവിടം വരെ വന്നത്? ഈ നാട്ടിലായിരുന്നപ്പോ ഒന്നുമില്ലേലും സേതുവേട്ടനെ എന്നും കാണാനെങ്കിലും കഴിഞ്ഞിരുന്നു. ഞാൻ ഈ ബിസ്ക്കറ്റ് ഫാക്ടറിയുടെ തിരക്കിൽ. മതി, കുറെ നാളായി ഇത് കേൾക്കുന്നു. ഇപ്പൊ എല്ലാം ശരിയായി. പുതിയ ഗവൺമെന്റ് വന്നേ പിന്നെ വ്യവസായങ്ങൾ തുടങ്ങാൻ എത്ര എളുപ്പമാണെന്നറിയാം. സർക്കാരാണെങ്കിൽ ഭയങ്കര പ്രോത്സാഹനവും. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ടങ്ങ് പോവും, പിന്നെ ആളിനെ കാണുകയില്ല. ഇനി അങ്ങനൊന്നും ആവില്ല.
മുഖം ഒന്ന് പ്രശ്നമാക്കി. ഞാൻ നോക്കട്ടെ. അയ്യ. എടേ സുലു, അയ്യോ, ആരാടി പശുവിനെ അഴിച്ചു വിട്ടത്? അകത്ത് ഭയങ്കര എലിശല്യം. കൊയ്ത്ത് കഴിഞ്ഞോണ്ടാവും. ഞാനതിനെ തല്ലി കൊല്ലാൻ. സേതു എപ്പോഴാ വന്നേ? ഞാൻ വന്നിട്ട് 5 സെക്കൻഡ് ആവും. വിളവ് എങ്ങനെയുണ്ട് ചേട്ടാ? വിളവ് ഇച്ചിരി കൂടുതലാ. വാ വാ. ഞാൻ വരാം. എന്റെ കത്ത് കിട്ടിയില്ലേ? ആ. എന്താ അതിന്റെ ഉദ്ദേശം? നിന്റെ അച്ഛൻ കുറുപ്പ് മാസ്റ്റർ എന്നെ ഈ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങേരോട് അന്ന് എല്ലാവർക്കും വലിയ ബഹുമാനവുമായിരുന്നു. സ്വന്തം നാടും വീടും വിട്ട് എന്നങ്ങേര് ഭാര്യ വീട്ടിൽ താമസം തുടങ്ങിയോ അന്ന് മുതൽ അങ്ങേർക്ക് തലയ്ക്ക് നല്ല സുഖമില്ല. നാണവും മാനവും കെട്ട് ഞാൻ പലവട്ടം അങ്ങയുടെ മുമ്പിൽ ചെന്ന് നിന്നിട്ടുണ്ട്. സുലുവിന് വയസ്സ് ഏറി വരികയാണ്. നിങ്ങളുടെ മോനോട് പറഞ്ഞ് അവിടെ കല്യാണം നടത്തണമെന്ന് ഞാൻ പല പ്രാവശ്യം അപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ അങ്ങേര് പറയുക, നീ എന്തോ ബിസ്ക്കറ്റോ റൊട്ടിയോ മറ്റോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന്. കാലം കുറെ ആയാലൂടാ, ഇതുവരെ ഒന്നും ഉണ്ടാക്കി തീർന്നില്ലേ? കല്യാണപ്രായം കഴിഞ്ഞൊരു പെണ്ണിനെ ഇന്ന് കെട്ടും നാളെ കെട്ടും എന്ന് പറഞ്ഞിങ്ങനെ നിർത്തിക്കൊണ്ടു പോവാനാവില്ല. എന്റെ സ്വന്തം കാലിലൊന്ന് നിന്നിട്ട്. അപ്പൊ ഈ രണ്ടും നിന്റെ കാലല്ലേ? അങ്ങനല്ല. നിന്റെ ഈ ഉരുണ്ടുകളി എന്നോട് വേണ്ട. നീ നിന്നാലും കൊള്ളാം ഇരുന്നാലും കൊള്ളാം, എനിക്ക് രണ്ടിലൊന്നറിയണം. ഈ പെങ്കൊച്ചിനെ കെട്ടാൻ നിനക്ക് താല്പര്യമുണ്ടോ, അതോ കൂടെ കൂടെ ഇങ്ങനെ ഒന്ന് ശൃംഗരിച്ചേച്ചു പോകാനാണോ ഉദ്ദേശം? ചേട്ടാ, എന്റെ ബിസ്ക്കറ്റ് ഫാക്ടറി ഒന്ന് ഓടിത്തുടങ്ങണം. ആശയുടെ കല്യാണം ഒന്ന് കഴിയണം. അത് കഴിയുമ്പോ നീ പറയും നിന്റെ തന്തയുടെ 16 അടിയന്തരം കഴിയട്ടെ എന്ന്. ചേട്ടാ, ഞാൻ പറയുന്നത് എന്റെ പ്രശ്നങ്ങളാ. നീ പറഞ്ഞ നിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നു കിട്ടാൻ എനിക്ക് തോന്നുന്നു ചുരുങ്ങിയത് 30 വർഷമെങ്കിലും ആവുമെന്നാ. അപ്പൊ പിന്നെ എന്റെ പ്രേതം വരും നിന്റെ കല്യാണം നടത്താൻ. ചേട്ടാ, കാര്യം പറയുമ്പോ തമാശയായിട്ട് കണ്ടരുത്. ആ, നീ ആരെയാടാ കാര്യം പറഞ്ഞ് പഠിപ്പിക്കുന്നത്? തന്തയുടെ ഇല്ലെങ്കിൽ പിന്നെ എന്തിനാടാ ആ പാവപ്പെട്ടിനെ മോഹിപ്പിച്ചത്? ഡാർച്ചായണി ബിസ്ക്കറ്റ്. ലോകത്താരെങ്കിലും ബിസ്ക്കറ്റിന് ഡാർച്ചായണി എന്ന് പേരിടുകൂടാ. നിന്റെ ആ കിളവിത്തലയുടെ പേരിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കുണം പിടിക്കരുത്. മര്യാദയ്ക്ക് സംസാരിക്കണം. അമ്മയെ പറ്റി ആവശ്യമില്ലാത്ത കാര്യം ഒന്നും പറയണ്ട. എങ്ങനെ എന്റെ വീട്ടിൽ കയറി വന്ന് എന്നെ വിരട്ടുന്നു? ഇറങ്ങടാ ഇവിടുന്ന്. നിന്നെപ്പോലെ നട്ടിലില്ലാത്ത ഒരുത്തിനെ എന്റെ പെങ്ങക്ക് വേണ്ടടാ. കയറി പൊടിയകത്ത് ഒന്നുകളെയും എല്ലാത്തിനെയും. ആ, എനിക്കിപ്പോഴാ മനസ്സിലായത് നീ വേറെ ചില ഉദ്ദേശത്തോടു കൂടി അവിടെ വരുന്നെന്ന്. മേലിൽ നാട്ടിക്കാലി കുത്തിപ്പോരുത്. നാടേ നിങ്ങളുടെ കുടുംബ സ്വത്തൊന്നുമല്ലല്ലോ. അല്ല, പക്ഷെ ഈ വീട് എന്റെ കുടുംബ സ്വത്താ. ഇനി ഇതിനകത്ത് കയറിയാൽ നിന്റെ കാലി ഞാൻ തല്ലി ഓടിക്കും. നിങ്ങൾ എന്തിനാ ഇങ്ങനെ നടന്ന് ഒച്ച വയ്ക്കുന്നേ? മിണ്ടിപ്പോവരുത്. എന്റെ പെങ്ങളെ കെട്ടാൻ വേറെ ആളുകളെ കിട്ടുമോ ഞാൻ നോക്കട്ടെ. അയ്യോ, എടീ, നീ വാ, നീ നീ ഇവരെ അത് പ്രാന്താ. കാണുകയോ സംസാരിക്കുകയോ ചെയ്താൽ ഒന്ന് കുഴിച്ചു മൂടിഞ്ഞ എല്ലാത്തിനെയും അകത്ത് കയറി പോടി.